എല്ലാവർക്കും നമസ്കാരം. പോളോ ആൻഡ് ഷാരൂസ് യൂണിവേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫാമിലി ട്രിപ്പിൻ്റെ വ്ലോഗുമായിട്ടാണ്. എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാറുണ്ട്. ഇത്തവണ അത് പ്ലാൻ ചെയ്തത് മധുരൈ, രാമേശ്വരം, ധനുഷ്കോടി. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ 3 ഭാഗങ്ങളായിട്ടായിരിക്കും വീഡിയോ ഇറക്കുന്നത്. ഇതാണ് ഫസ്റ്റത്തെ പാർട്ട്. സോ വെൽക്കം ടു ദ വീഡിയോ. 2025 ഓഗസ്റ്റ് 8 രാത്രിയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. വീഡിയോ ഇടാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയാലോ, കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുത്തു. ഞങ്ങൾ 18 മുതിർന്നവരും 3 കുട്ടികളും 2 പീക്കിരികളുമായിട്ടാണ് ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. നമ്മുടെ പൊന്നിക്കുട്ടൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയും ആദ്യത്തെ ഫാമിലി ട്രിപ്പും ആദ്യത്തെ ബീച്ച് വിസിറ്റും എല്ലാം ഈ യാത്രയിലെ ഭാഗമായിരുന്നു. വെളുപ്പിനെ 12:35 ട്രെയിൻ. ഞങ്ങളെല്ലാവരും എറണാകുളം ടൗണിൽ നിന്നാണ് കയറിയത്. ട്രെയിൻ മധുരയിലെത്തുന്നത് രാവിലെ 10 മണിക്കാണ്. ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയ ഉടൻ എല്ലാവരും കിടന്നുറങ്ങാൻ തന്നെയാണ് ശ്രമിച്ചത്. ആദ്യം ഞങ്ങൾ നേരത്തെ സ്റ്റേഷനിലെത്തിയത് കൊണ്ട് എല്ലാവരുമായി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ട്രെയിൻ വരാൻ കാത്തിരുന്നു. അതിനിടയിൽ കുറേ കൊച്ചു വിശേഷങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു. കുറേ ഫോട്ടോ സെഷനൊക്കെ എടുത്തു. അവസാനം ട്രെയിൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ട്രെയിനിൽ കയറി. ഹാപ്പി രക്ഷാബന്ധൻ. ഇന്നാണോടി? യെസ്, ഇന്നാണ്. ഇതിനു മുന്നേ കാശ്മീർ ട്രിപ്പ് പോയപ്പോഴും ആ ട്രിപ്പിനിടയിലാണ് രക്ഷാബന്ധൻ വന്നത്. ഇത്തവണ മധുരൈ ട്രിപ്പിനിടയിലാണ് രക്ഷാബന്ധൻ. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പളനി സ്റ്റേഷനിലും ഡിണ്ടിഗൽ സ്റ്റേഷനിലുമൊക്കെ ട്രെയിൻ നിർത്തിയപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ചായ, കാപ്പി, പരിപ്പുവട എല്ലാം ഞങ്ങൾ ഒരുവിധം കഴിച്ചിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും എല്ലാം ഓരോ ഫാമിലിയും എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് അതെല്ലാം കഴിച്ചു. കുരുന്നുകളെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ഓടിക്കളിയും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. ഗുഡ് മോർണിംഗ് കുഞ്ഞിറ്റ. ഗുഡ് മോർണിംഗ്. ടിക്കറ്റുകളെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങാനും അവസാനത്തേക്ക് വെച്ചെങ്ങാനും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. എല്ലാവരുടെയും സീറ്റുകൾ അടുത്തടുത്ത് തന്നെയായിരുന്നു. അടുത്തടുത്ത ബോഗിയിലാണ് നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയത്. പൊന്നിക്കുട്ടനെയും കൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ആ ഒരിടയ്ക്ക് അവൾക്ക് ഇരുട്ടൊക്കെ കുറച്ച് പേടി, ഇങ്ങനെ കരച്ചിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ട്രെയിനിൽ കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല. കയറിയ ഉടനെ അവൾ ഉറങ്ങിയായിരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പോഴാണെങ്കിലും രാവിലെ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചിരുന്നു. കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആൾ കടന്നുപോയി. മധുരൈ വരെ ട്രെയിന് പോയിട്ട് അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് ഞങ്ങൾ ട്രാവലർ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മധുരയിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ട്രാവലർ എത്തില്ലായിരുന്നു. അപ്പോൾ അയാളെ കോൺടാക്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പോസ്റ്റ് കിട്ടിയെങ്കിലും പിന്നീട്
ഞങ്ങൾ നേരെ ട്രാവലറിൽ കയറി. Cheta officially got approved in the morning. Adi Cheta approved. हाथ डालना शुरू किया. Approved. നിങ്ങൾ ആരെങ്കിലും ഹോട്ടൽ റൂമിൻ്റെ വീഡിയോ എടുത്തായിരുന്നോ? സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്റ്റേ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്കാണ്. എല്ലാവരും നേരെ കുളിച്ച് റെഡിയായിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാണ് ഞങ്ങൾ ആദ്യം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. മധുരയിൽ മൊത്തത്തിലൊരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നൊരു സമയമായിരുന്നു. റോഡിലാണെങ്കിലും കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ശ്രീ ശബരീഷ് എന്ന ഹോട്ടലിലേക്കാണ് ഞങ്ങൾ അന്ന് പോയത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു വെജ് ഹോട്ടലായിരുന്നു അത്. 10,000 പേര് ഗൂഗിളിൽ റേറ്റ് ചെയ്തിട്ടുണ്ട്. 4.2 റേറ്റിംഗ് ഉണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. എല്ലാവരും ഞങ്ങൾ വെജ് ഫുഡ് തന്നെയാണ് കഴിച്ചത്. കുറച്ച് പേര് ഊണ് കഴിച്ചു, ചിലർ ചപ്പാത്തി, വെജ് ബിരിയാണി, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളാണ് അവിടെ നിന്ന് കഴിച്ചത്. അഫോർഡബിൾ പ്രൈസിൽ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് സെർവ് ചെയ്ത് കിട്ടിയത്. 4,000 രൂപയാണ് ഞങ്ങൾ 21 പേർക്ക് ഒന്നിച്ച് ലഞ്ചിന് റേറ്റ് ആയത്. മധുരൈ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം എന്നുള്ളത്. നമ്മൾ ബിസ്ലറി വാട്ടറാണ് എപ്പോഴും കയ്യിൽ കൊണ്ടു നടന്നിരുന്നു. 5 ലിറ്ററിൻ്റെ പല ബോട്ടിലുകളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയിരുന്നു. പിന്നെ 2 കുഞ്ഞുവാവകളുള്ളത് കൊണ്ട് ഞാനും ഭാവികയും പിന്നീടാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. ആ സമയം അവർ രണ്ടുപേരും വാവകൾ രണ്ടുപേരും ഞങ്ങളുടെ മേത്ത് കടന്നുറങ്ങുകയായിരുന്നു. ഭക്ഷണശേഷം ഞങ്ങൾ നേരെ പോയത് തിരുമലൈ നായക് പാലസിലേക്കാണ്. ആ പോകുന്ന വഴി ഞങ്ങൾ ഈ വണ്ടിയൂർ ടെമ്പിളും അതിന് ചുറ്റിപ്പറ്റിയുള്ള ലേക്കിൻ്റെ സൈഡിലും കുറച്ച് നേരം നിർത്തിയിരുന്നു. അത്യാവശ്യം നല്ല ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത്. കുറേ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു. ഇവിടെ സൺസെറ്റ് കാണാൻ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫൺ ആക്ടിവിറ്റീസായിട്ട് ബോട്ട് റൈഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ ബോട്ടിംഗ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഈ വണ്ടിയൂർ മാരിയമ്മൻ ടെമ്പിൾ എന്ന് പറയുന്നത് ചരിത്രപരമായി മധുരയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഈ ചുറ്റിനും കാണുന്നത് ശരിക്കും പോണ്ടല്ല, ഒരു വാട്ടർ ടാങ്ക് ആണെന്നാണ് പറയുന്നത്. അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു വാട്ടർ ടാങ്കാണ് ഇവിടെ ഈ കാണുന്നത്. വിത്ത് മണ്ഡപം നടുക്ക് അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് എല്ലാം ഉണ്ട്. പിന്നീട് ഞങ്ങൾ പാലസിലോട്ടുള്ള യാത്ര തുടരുകയായിരുന്നു. ട്രാവലറിൽ തന്നെയായിരുന്നു അവിടുത്തെ ഫുൾ യാത്രയെല്ലാം. ഇതാണ് തിരുമലൈ നായക് പാലസിൻ്റെ എൻട്രി. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മധുരയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്. ആയിരത്തി 1623 മധുരയുടെ നായക് വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരികളിൽ ഒരാളായ തിരുമലൈ നായക് അധികാരത്തിലേറി. 1636 അദ്ദേഹം തൻ്റെ രാജധാനിയായി ഈ ഒരു വലിയ കൊട്ടാരം പണിതു എന്നാണ് പറയുന്നത്. പാലസിൻ്റെ കലാരൂപം ദ്രാവിഡൻ ശൈലി, ഇസ്ലാമിക് കലയും യൂറോപ്യൻ സ്വാധീനങ്ങളും ചേർന്നതാണ്. തിരുമലൈ നായക് രാജാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ തലസ്ഥാനത്തെ തിരുച്ചിയിലേക്ക് മാറ്റി. അവിടെ തൻ്റെ കൊട്ടാരം പണിയാൻ മധുരയിലെ കൊട്ടാരത്തിൻ്റെ, അതായത് ഈ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് കാണാൻ കഴിയുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് 19-ാം നൂറ്റാണ്ടിൽ ലോർഡ് നാപ്പിയർ കൊട്ടാരത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ സംരക്ഷിച്ചു. ഇന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പരിപാലിക്കപ്പെടുന്നു. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, തിരുമലൈ നായക് രാജാവിൻ്റെ കഥ, മധുരയുടെ ചരിത്രം എന്നിവ സന്ദർശകർക്ക് നല്ലൊരു അനുഭവം സമ്മാനിക്കുന്നു.
ഞങ്ങൾ പോയത് ഉച്ചയ്ക്കായതുകൊണ്ട് സൗണ്ട് ഷോയ്ക്കൊന്നും ഞങ്ങൾ നിന്നില്ല. കാലം കടന്നുപോയെങ്കിലും തിരുമല നായക് കൊട്ടാരം ഇന്നും നിലനിൽക്കുന്നു, ഒരു നഗരത്തിൻ്റെ ചരിത്രവും കലാസമ്പന്നമായ ഭാവവും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. മധുരൈ വിസിറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം പരിഗണിക്കാവുന്നതാണ്. 1,000-2,000 വർഷങ്ങൾ പഴക്കമുള്ള കുടം ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഒരു വൺ ടൈം വിസിറ്റിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് തിരുമലൈ നായക് പാലസ്. മധുരൈ മീനാക്ഷി ടെമ്പിളിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ദർശനമുള്ളത്. അപ്പോൾ വൈകുന്നേരം ആ ഒരു 4 മണി സമയം ഞങ്ങൾക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പകരമായിട്ടാണ് ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഈ പാലസിലേക്ക് വന്നത്. ഇവിടെ കുറേ നേരം വിശ്രമിച്ച ശേഷമാണ് ഞങ്ങൾ ടെമ്പിളിലേക്ക് യാത്ര തിരിച്ചത്. ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു സ്ഥലം എന്ന് പറയുന്നതും അവിടുത്തെ ടെമ്പിളാണ്. ക്ഷേത്രത്തിൽ ദർശനം മാത്രമാണ് അവർ അനുവദിക്കുന്നത്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അവർ അനുവദിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പിളിൻ്റെ യാതൊരു വീഡിയോസും ഫോട്ടോസും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് മണ്ഡപമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ തൂണിലും അവിടുത്തെ കൊത്തുപണിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവിടുത്തെ ആ ഒരു ടെമ്പിളിലെ ശരിക്കും ഉത്സവം നടക്കുന്നത്. മീനാക്ഷി അമ്മൻ ക്ഷേത്രം സന്ദർശിക്കുന്നത് ശരിക്കും മനസ്സിനൊരു ശാന്തിയും ആത്മീയതയും നൽകുന്ന ഒരു അനുഭവം തന്നെയാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് നമുക്ക് ടെമ്പിളിൽ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കിനിടയിൽ നമുക്ക് ദർശനം നടത്താൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് VIP ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ദർശനമൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. 3,500 രൂപ എന്തോ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ടിക്കറ്റ് ചാർജായിട്ട് അവിടെ വന്നത്. അതോടൊപ്പം ഒരു ഗൈഡിനെ നമുക്ക് കിട്ടും. ഇതെല്ലാം ട്രാവൽ ഏജൻസി വഴി തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഗൈഡ് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യണം, ഓരോ സ്ഥലത്തിൻ്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അവിടെ പറഞ്ഞു തരാറുണ്ട്. ഈ പാലസിലെ വിസിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മീനാക്ഷി ടെമ്പിളിലേക്കാണ്. അതിനുശേഷമാണ് ഞങ്ങൾ രക്ഷാബന്ധൻ സെലിബ്രേഷൻ നടത്തിയത്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങുകയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് നേരെ രാമേശ്വരത്തുള്ളൊരു യാത്ര ഉണ്ടായിരുന്നു. ആ ഒരു 2ാമത്തെ ദിവസത്തിൻ്റെ ഫുൾ യാത്രയുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പരിഗണിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടത് തന്നെയാണ്. ഞങ്ങൾക്കൊരു പ്രചോദനം തന്നെയായിരിക്കും അത്.